بكر وعن عمر ثم الرضا عن أبي بكر وعن عمر ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم റമദാനിൽ നമ്മൾക്ക് വേണ്ടി മക്കറിന് വേണ്ടി മറ്റെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയി വളരെയധികം തിരെ കഴിയുന്നില്ലെങ്കിൽ പോകാറുണ്ട്. ഈ വർഷം തിരെ പോകാൻ കഴിഞ്ഞില്ല. ഞങ്ങളിതിനെ ബഹുമാനപ്പെട്ടവരുടെ പുഴയിലെത്തിയപ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. ഇരുന്നിട്ട് അവിടുന്ന് ജോറായിട്ട് ഇപ്പം നേരത്തെ ബഷീർ പറയണ്ടേ ജോറായിട്ട് ഫോൺ ചെയ്യുക. അതായത് അവിടെ വെള്ളം കിട്ടിയിട്ടില്ല, ഇവിടെ ഇത് കിട്ടിയിട്ടില്ല, ഇവിടെ നോമ്പറക്കാൻ കിട്ടിയിട്ടില്ല, എന്താണ് കൊടുത്തേക്കാതെന്ന്. നമ്മൾ വിചാരിച്ചെന്താ അറിയാം സ്വന്തം പുരക്കേക്കുന്ന നോക്കുമ്പോഴല്ല വയക്കരയിൽ അവിടെ 1 ലക്ഷം വേണം, മെഡിക്കൽ കോളേജിൽ 3 ലക്ഷം വേണം, ഇതെല്ലാം നോമ്പറക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെയല്ലേ ഇല്ല തന്നെ പറഞ്ഞാൽ ഇരുന്നെടുത്തിട്ട് ഫോൺ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയത്. അപ്പം അവർക്കെല്ലാം അള്ളാഹ് തൗഫീഖ് ചെയ്ത എവിടെയെങ്കിലും ഒരു മൂലക്ക് ഇരുന്നാൽ ആരെങ്കിലും 10,000 രൂപ ശമ്പളം കൊടുത്താൽ നിൽക്കാം. അതെല്ലാം ഒഴിവാക്കിയിട്ട് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാം ഇല്ല ആഫിയത്തിൽ. നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്ത് അവരെ പോലത്തെ ആൾക്കാർ അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. നമ്മളെ ഈ മഹലിൽ ഇവിടെ ഇങ്ങനെ ഒരു അവസരത്തിൽ എങ്കിലും വന്ന് പോകുന്നതിൽ നമ്മൾക്ക് ആദ്യമായ സന്തോഷമുണ്ട്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ മാത്രമേ ഉള്ളൂ, അവർക്ക് വേണ്ടി ആഫിയത്തോടുള്ള ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അത് നമ്മളെപ്പോഴും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ പരിപാടി റമദാനിൽ എല്ലാ ദിവസവും പരിപാടി പലതായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം ബദ്ർ അനുസ്മരണവും മറ്റും നടക്കുകയാണ്. മാസാന്ത സലാത്ത് എല്ലാ ഞായറാഴ്ചയും എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം ഫസ്റ്റ് ഞായറാഴ്ച ഇവിടെ വെച്ച് മഗ്‌രിബ് നിസ്കാരാനന്തരം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാക്കവിയുടെ നേതൃത്വത്തിൽ നടത്താറുണ്ട്. അത് ഈ പള്ളിയിന് മുമ്പ് തന്നെ 10-17 വർഷത്തോളം ഇവിടെ പള്ളിയും കുറെ പള്ളികളും മറ്റെല്ലാം ഉണ്ടാവുമ്പോൾ തന്നെ പല വീട്ടിലായിട്ട് നടന്ന പരിപാടിയാണ്. അവിടെ എല്ലാം വെച്ചിട്ട് നമ്മൾ ദ്വാരുന്നത് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് ഇതൊരു പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള തൗഫീഖ് ചെയ്യണേ. അങ്ങനെ ആ ദുആ അള്ളാഹ് സ്വീകരിച്ചിട്ട് പള്ളി തന്ന് ഇപ്പം ആ സലാത്ത് ദിക്ർ എല്ലാ പരിപാടിയും അള്ളാഹിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പള്ളിയിൽ നടക്കുന്നുണ്ട്. മാസത്തിൽ 11-ന് മുഹദ്ദീൻ മൗലൂദ് നടക്കുന്നുണ്ട്. അതേ പ്രകാരം തന്നെ 12-ന് മുങ്കൂസ് മൗലൂദ് നടക്കുന്നുണ്ട്. 17 ബദ്ർ മൗലൂദ് നടക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രി സലാത്ത് നടക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ 1 മുതൽ റബീഉൽ ആഖിർ ഏകദേശം 11 വരെ മൗലൂദ് നടത്തും. അങ്ങനെ എല്ലാ പരിപാടിയും നടത്താൻ കഴിയുന്നുണ്ട്. അതിലെല്ലാം എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്ന ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ആള് ചുരുക്കി പറയാന്ന് വെച്ചാൽ 2 കിലോമീറ്റർ ദൂരത്തിൽ നിന്നെല്ലാം നടന്നിട്ട് ഈ മജ്‌ലിസിലേക്ക് എത്തുന്നവരുണ്ട്. അത് വന്നാൽ ചില സമയം ലോഹറിന് വന്നാൽ തറാവീഹ് നിസ്കരിച്ചിട്ടാ ചില ആൾക്കാർ പോലെ. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുകൊണ്ടെല്ലാം നമ്മൾ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല, ഈ ദുനിയാവിൽ ആഖിറത്തിലേക്ക് മാത്രം, മറ്റൊരാളെ താഴ്ത്താനോ അല്ലെങ്കിൽ പൊക്കാനോ മറ്റോ ഒന്നുമല്ല. ദീനിയായ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ മദ്രസ നടക്കുന്നുണ്ട്. 3 ഉസ്താദുമാരുണ്ട്. അതും ഒന്ന് അഷ്റഫിയാണ്, പിന്നെ ഒന്ന് സഖാഫിയാണ്, പിന്നെ ഒന്ന് അമാനിയ. അപ്പൊ നല്ല പ്രഗത്ഭമാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വെച്ച് നല്ല മദ്രസ നടക്കുന്നത്. രാത്രി ദർസ് നടക്കുന്നുണ്ട് വലിയ കുട്ടികൾക്ക്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ എല്ലാം ദുആ ഫള് കൊണ്ട് ദീനിയായ ചലൻ നല്ല റാഹത്തോടുകൂടി നടക്കുന്നത്. അതെല്ലാം ഇനിയും വളരെ ഉഷാറാവാൻ വേണ്ടി ദുആക്കണം. ഈ മദ്രസ തന്നെ, ഈ ബിൽഡിംഗ് തന്നെ, ഈ പള്ളി തന്നെ, ഇതെല്ലാം കുദറത്താണ്. ഒരു കാര്യം ഞങ്ങൾക്ക് വല്ലാത്ത മൂപ്പറെ എത്തി പറയാൻ വല്ലാത്ത സന്തോഷമുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു റമദാൻ മാസമാകുമ്പോൾ കൂറത്തങ്ങൾ എന്നോട് 1 ലക്ഷം ഉറുപ്പ്യ തന്നിട്ട് പറഞ്ഞ് റമദാനിൽ തന്നെ പള്ളി ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പറഞ്ഞു നടക്കാത്ത കാര്യമൊന്നും ഇപ്പൊ പറയാൻ പറ്റും തങ്ങളെ, നിങ്ങൾ 1 ലക്ഷം തന്നേന്ന്. ഞാൻ 1 ലക്ഷം തന്ന് പണിയെടുത്ത് ഞങ്ങൾ യോഗം കൂടിയിട്ടൊന്നും പരിപാടി നടത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഏതോ ഒരു അറബി കുറച്ച് പൈസ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് തരിക. ഈ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ട്
തരണമെന്ന്. അപ്പൊ പള്ളി ആയിട്ടില്ലല്ല, പള്ളിയാകാതെ പിന്നെ എങ്ങനെയാവല്? അങ്ങനെ ബഹുമാനപ്പെട്ടവരോട് പോയിട്ട് പറഞ്ഞ് നോമ്പുറക്കാൻ പരിപാടി ആക്കിയിട്ടുണ്ട്, ഉസ്താദ് വന്നിട്ടൊന്ന് ദ്വാരക്കണം, ഒരു ഫോട്ടോയിലെടുത്തിട്ട് അറബിക്ക് കൊടുത്തേക്കണമല്ല. അപ്പൊ ബഹുമാനപ്പെട്ടവർ അറിയുന്ന അറബിയും കൂടിയാണ്. അപ്പൊ സത്യം മനസ്സിലായിക്കോട്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ തീരുമാനിച്ചപ്പോ ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയാൽ പറഞ്ഞ് വെറുതെ നോമ്പെന്ന് പറഞ്ഞിട്ട് വരികയാണ്. അതിപ്പോ അത്രയും നടക്കും, എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ച് ഇവിടെ എത്തി നോക്കുമ്പോൾ വല്ലാത്തൊരു സദസ്സാണ്, വലിയ സദസ്സ്, ഫുള്ളാൾ, ഒന്നുമില്ല, പടവുമില്ല, ഒരു വസ്തു ഇല്ലാതെ എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ആ സദസ്സിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ അങ്ങ് പ്രഖ്യാപിക്കുക. അതൊരു കുതിരത്താണ്, ബദരീങ്ങൾ കൊടുത്തതാണ്, വേറെ ആരുമല്ല. ബദർ മൂലം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ് ബദർ യുദ്ധം തീരുമാനിച്ച് ബദർ യുദ്ധം നടത്തിയിട്ടില്ല, അവിടെ സന്ദ്രവും വന്നപ്പോൾ ഉണ്ടായിരുന്നു, അത് പ്രകാരം ഇത് പള്ളിയായി ഒപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് പ്രഖ്യാപിക്കുക. ഞങ്ങളെല്ലാം മേലോട്ടൊക്കെ എടുത്ത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ വെള്ളമില്ല ഒതുകൊടുക്കാൻ പോലും, അതെല്ലാം ആയിക്കോളും, ഇതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നാ ചോദിച്ചതിനോട്. പിന്നെയും പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ സംഘാടകർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമായി. അങ്ങനെ അൽഹംദുലില്ലാ അന്ന് മൂപ്പറ ധൈര്യം, മൂപ്പർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങൾ ഓർഡർ കൊടുത്തിട്ട് ആ നിർബന്ധ പ്രകാരം അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഇത് പള്ളിയായി പ്രഖ്യാപിക്കുന്നത്, അത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പം അത് മാത്രമല്ല, എന്റെ വാപ്പയിലും 10-25 കൊല്ലം മുന്നേ പറഞ്ഞിട്ട് ഈ മൂലക്ക് ഒരു ബാങ്ക് കേട്ടിട്ട് ഞാൻ അമ്മ മരിക്കുമെന്ന് ചോദിച്ചതിനോട്. അങ്ങനെ പലതും കൊണ്ടും ഇവിടെ പള്ളി വേണമെന്ന് ഈ ചുറ്റുപാടത്തിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായതാണ്. അൽഹംദുലില്ലാ വളരെ ആൾക്കാർ സഹകരിക്കുന്നുണ്ട്, അതെല്ലാം വളരെ ഹൈറാണ്. ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നുണ്ടല്ല, അത് വലിയ ഭാഗ്യമല്ല. കാരണം ഒരു പള്ളി ഉണ്ടായതുകൊണ്ട് അടുത്ത വീട്ടിലെല്ലാം ഇവിടുത്തെ ഈ ശബ്ദം അത് നല്ലൊരു, അതായത് മൗലൂദ് സലാത്തെല്ലാം കേൾക്കരുത്, അത് വലിയ ഭാഗ്യമാണ്. അത് വലിയ നിഅമത്താണ് നമ്മൾ കണക്കൂട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പൊരുത്തപ്പെട്ട് എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ എല്ലാ സമയത്തും നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദിന് വേണ്ടിയും മറ്റെല്ലാ ആലിമീങ്ങൾക്ക് വേണ്ടിയും. സാധാരണ ഞങ്ങൾക്ക് ഒരു കാലത്ത് മയ്യത്ത് നിസ്കരിക്കാൻ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ പോയിട്ട് പറഞ്ഞു നമുക്ക് പേര് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പേടിക്കാനില്ല, ഇവിടുന്ന് തന്നെ ഇന്നാണ് മരിച്ചിരിക്കുന്നു, ഒരു ഹത്തം അല്ലെങ്കിൽ ഒരു യാസീൻ അല്ലെങ്കിൽ ഒരു ദുആ അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം, അൽഹംദുലില്ലാ അതാണ് ഈ നിയമത്ത്. ഈ നിയമത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ. അത് പലരും നടത്താൻ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ ഒരു ദിവസം സൈഫുവിന്റെ അഞ്ചന്റെ മംഗളത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഈ പള്ളി ഒന്ന് കാണണം. അവിടുന്ന് പറയാം ഈ പള്ളി ഒന്ന് കാണണം. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ പാടാ സംഭവം. അങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഇവിടെ വന്ന് ഞാൻ നടന്നിട്ട് വന്ന് പള്ളിയെല്ലാം എടുത്ത് കണ്ടിട്ട് പോയി. അള്ളാഹു ആ മഹദിക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ വളരെയധികം അവർക്കെല്ലാം വേണ്ടി നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇവിടെ ഖത്തം ദ്വാരക്കലും യാസീനോത്തും എല്ലാം ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ചയാണ് ഇവിടെ പൂർത്തങ്ങൾ വരുന്നത് 12-ാം തീയതി. അത് ഉച്ചക്ക പരിപാടി വെച്ചിട്ടുള്ളത്. എല്ലാവരെയും സംബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും ഞങ്ങൾ ബന്ധപ്പെടണം, നിങ്ങളിൽ വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ഇഷ്ടം ചെറിയൊരു ഉപദേശം, ഒരു ചെറിയ ദുആ അത്ര മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ എത്തിയല്ല, അതന്നെ നമ്മളെ ഭാഗ്യം. ബാക്കിയുള്ള പരിപാടിയിലതിന് ശേഷം നമുക്ക് തുടർന്ന് നടത്താം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ബഹുമാനപ്പെട്ടവർക്കും നമുക്കും നമ്മുടെ സുന്നത്ത് ജമാഅത്തിലെ എല്ലാ പണ്ഡിതന്മാർക്കും അള്ളാഹു കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. قال الله سبحانه وتعالى في محكم تنزيله يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم വലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാനി ഇലാ ആഖിറിൽ ആയ എന്ന ഒരായത്ത് നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുകയാണ്. ആളുകളൊക്കെ എല്ലാ പള്ളികളിലും ഖുർആൻ ഓതുകയും ദിക്ർ ചൊല്ലുകയും തസ്ബീഹ് ചൊല്ലുകയും അള്ളാഹുവിനോട് വളരെ വേദനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ നമ്മളെ പള്ളിയിൽ നിന്ന് അവിടെ മക്കറിൻ്റെ കമ്മിറ്റി യോഗം നടത്തി, സെക്രട്ടേറിയറ്റ് യോഗം, അവിടെ വെച്ച് ഞാൻ വല്ലാണ്ട് പ്രാർത്ഥിച്ചു പോയി. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം മക്കറിൽ 100 ആളെ അച്ഛന് കൊണ്ടുപോയി. അത് ഗ്യാരണ്ടിയായ ഒരു കമ്പനിയാണ്. പക്ഷെ ഇക്കൊല്ലം ആ ഗ്യാരണ്ടിയായ കമ്പനിക്ക് ആർക്കും തന്നെ 400 ജില്ലാനും ഏജന്റുകൾക്ക്
നിഷേധിച്ച് കളഞ്ഞു. ഇപ്പൊ നമ്മളെ 100 ഇല്ലാന്ന് വരുമല്ലോ. അങ്ങനെ ചുരുക്കം പറയാ, മിഞ്ഞാന്ന് 50 പാസ്സായി. എങ്ങനെയാ പാസ്സായി ഒന്നാമത്തേനറിയാം. എന്നിട്ട് അതിന്റെ മാനേജർ എന്നെ വിളിച്ചിരുത്താൻ പറയുന്നത് മറ്റേ 50-നും കൂടി ചാൻസ് ഉണ്ട്, ഉസ്താദ് അകമടിക്കത്ത് താർക്കണം. ഞാൻ വളരെ വേദനയോട് കൂടി, നമ്മുടെ മെമ്പർമാരൊക്കെ ഉണ്ട് അവിടെ വെച്ച് വളരെ വേദനയോടെ ദ്വാരന്ന് പോയി, പഠിച്ചവനെ സാധുക്കളായ ഞങ്ങൾ പരിശുദ്ധ റമദാനെ നോമ്പ് നോറ്റിട്ട് എൻ്റെ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് എൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സാധുക്കളായ ഞങ്ങളെ കൈകളെ നിന്നെ ഉയർത്തി ഈ ഇരക്കുന്ന ഇരവുകളെ നീ മടക്കല്ലേ പഠിച്ചവനെ, അതും കൂടി നീ പാസ്സാക്കി കൊടുക്കണേ റബ്ബേ എന്ന് ദ്വാരന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്, ദ്വാ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്ത് പോയാലും ദ്വായാണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അതാണ് അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി. പ്രാർത്ഥന സത്യവിശ്വാസിന്റെ ആയുധമാണത്. സത്യവിശ്വാസിന്റെ എല്ലാ വിജയത്തിന്റെയും നിദാനം അതാണ്. അത് എന്ത് ചെറുത്ത് വേണം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ദുആക്ക് ഇതുവരെ ഉത്തരം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ ചേർക്കണം. കൂറത്തങ്ങൾ വന്നതായിരുന്നു, ഞാൻ 100 രൂപ കൊടുത്ത്. മാറ്റുള്ള തങ്ങളതായിരുന്നു, ഞാൻ 100 രൂപ കൊടുത്ത്. കുറേ ആള് വന്നിട്ട് വേറത്തെ കൊടുത്ത്. ഇതൊന്നും കാണുന്നില്ല. ചിത്താരി വന്നിട്ട് 100 കൊടുത്തൊക്കെ 100 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉത്തരവില്ല എന്ന് റസൂൽ നേരെ തുറന്ന് പറഞ്ഞിനി. നിങ്ങളോട് ഞാൻ ദുആക്ക് ഉത്തരം കിട്ടാനില്ല, നിബന്ധനകളിൽപ്പെട്ട ഒരു നിബന്ധന മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, സംസാരിക്കുമ്പോൾ ക്ഷീണം വരുമല്ലോ. ഇന്നല്ലാഹ യസ്തജീബു ലിൽ അബ്ദി, ഒരു സർവശക്തനായ റബ്ബ് അവനെ കൊള്ളേ അവന്റെ അടിമകളിൽപ്പെട്ട ഒരടിമ, അവൻ 2 കൈ ഉയർത്തിയിട്ട് പഠിച്ചവനോട്, നീ എൻ്റെ റബ്ബാണ്, ഞാൻ എൻ്റെ മഖ്ലൂഖാണ്, നീ മാത്രമാണ് എൻ്റെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നത്, നീ എനിക്ക് എല്ലാ കാര്യം ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഉയർത്തിയാൽ അള്ളാഹു അവനക്ക് ഉത്തരം കൊടുക്കും. മൂന്നാലൊരു കാര്യം ഹദീസിലുണ്ട്. ഒന്നുകിൽ അവൻ ചോദിച്ചു തന്നെ കൊടുക്കും, ഏതെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണ് ദ്വാരന്നെങ്കിൽ ആ ദ്വാര തന്നെ കൊടുക്കും, ആ ദ്വാര സാധനം തന്നെ കൊടുക്കും. ഇത് ഹദീസിലുള്ളതാണ്. അല്ലെങ്കിൽ അവൻ ചോദിച്ചത് കിട്ടിക്കൊള്ളുന്നില്ല, അവന് കണക്കാക്കപ്പെട്ട ഒരു ആപത്തുണ്ടാവും, ആ ആപത്തിന്റെ അല്ലാഹു തട്ടി നീക്കും. ഇവൻ ചോദിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവന് കണക്കാക്കപ്പെട്ട വലിയൊരു ആപത്തുണ്ട്, അത് അള്ളാഹു തട്ടി നീക്കും. അതുകൊണ്ട് അള്ളാഹു ഉത്തരം ചെയ്യും. ഔ യുഖഫിഫു അൻഹു, അല്ലെങ്കിൽ അവൻ ചോദിച്ചത് കൊടുക്കുകയും ചെയ്യില്ല, അവന് കണക്കാക്കപ്പെട്ട ആപത്ത് തടുക്കുകയും അതും സംഭവിക്കൂല. ഒരു കണക്കാക്കപ്പെട്ട ആപത്ത്, ഒരു കിൻഡലുള്ള ആപത്ത് 1/2 കിൻഡലായി ലഘൂകരിക്കും. മാലന്യക്കൊൽ, അവൻ ധരിക്കാത്ത കാലത്തോളം കത്താഴത്ത് ഫലപ്പിച്ചമിനി പെരുത്ത് കാലായാണ്ട് നടക്കുന്നു. സാധേ എത്ര ഏതെല്ലാം തങ്ങന്മാർന്നിരുന്നു ആയിരുന്നു, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് ഞാൻ അവനിക്ക് ദ്വാക്കുത്തരവില്ല എന്നാണ്. അങ്ങനെ വിചാരിക്കുന്ന ആൾക്ക് ദ്വാക്കുത്തരവില്ല. ഇപ്പം ദ്വാരന്ന് നോക്കട്ടെ, കുറേ ദ്വാ കഴിഞ്ഞ് ഇനി ഞാൻ ഒന്നും കൂടി ദ്വാരന്ന് നോക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ മുഴുവൻ ദ്വാക്കും അള്ളാഹു ഉത്തരം ചെയ്തിട്ടുണ്ട്. റഹ്മാനായ തമ്പുരാൻ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദിഹിം വമാ ഖൽഫഹും വലാ യുഹീത്തൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. أعظم آية في القرآن
ഖുർആനിൽ അള്ളാഹുവിന്റെ വിശേഷണം പറയുന്ന ആയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുൽ കുർസിയാണ്. അതിന് പറഞ്ഞത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അപ്പൊ അള്ളാഹ് എല്ലാ കാര്യവും അറിയുന്നവനും ചെയ്യുന്നവനാണ്. നമ്മുടെ മുഴുവൻ പ്രാർത്ഥനയ്ക്കും അള്ളാഹ് ഉത്തരം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉറപ്പിക്കണേ, എല്ലാവരും ഉറപ്പിക്കണം. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പ്രാർത്ഥനയ്ക്കും അള്ളാഹ് ഉത്തരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉറപ്പിച്ചെങ്കിലേ അവർക്ക് ഉത്തരം കിട്ടും. അല്ല ഞാനൊന്ന് നോക്കി നോക്കട്ട് എന്ന് അഭിപ്രായം നമുക്ക് ഉത്തരം കിട്ടാണ്. മാലമ്യക്കുൻ അവൻ ധരിക്കാത്ത കാലത്തോളം ഫലം വിജവിധി പെരുത്ത് ഞാൻ പ്രാർത്ഥിച്ചു പോയി, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് ധരിച്ചു പോയോ എനിക്ക് ഉത്തരവില്ല. അങ്ങനത്തെ നിരാശപ്പെടുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ തൊട്ട് നമുക്ക് ആശമുറിയാൻ പറ്റുമോ? ഈ പള്ളിയിലുള്ളവർക്ക് ആശമുറിയാൻ പറ്റുമോ? കാണുന്നത് ഈ നാട്ടിലെല്ലാ പരിസരത്തിലും ഏറ്റവും മനോഹരമായ പള്ളി, അതിൻ്റെ അടുത്ത് ഇരുന്നര കൃഷ്ണൻ നല്ല മദ്രസ. ഇങ്ങനത്തെ ഒരു പള്ളി മദ്രസയുടെ ഉണ്ടെന്ന് ചെയ്യില്ല. ഇത്ര നല്ല മനോഹരമായ പള്ളിയും അതോട് തൊട്ടുകൊണ്ട് ഇരുന്നില കെട്ടിടം, നല്ല ശാസ്ത്രീയമായ നിലക്കുള്ള എല്ലാ സൗകര്യമുള്ള 2 കെട്ടിടം. ഇത് ആര് തന്നതാണ്? നമ്മളെ ആരും പൗരല്ല, അല്ലാഹു തആല തന്നതാണ്. യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ വന്ന് തങ്ങളോട് പറയും ഞാൻ ഇസ്ലാമായി, ഞാൻ മുസ്ലിമാന്ന്, ഞാൻ സുന്നിയാന്ന്. ചിലത് വന്നിട്ട് പറയും നോക്കുമ്പോ ഓ സുന്നിയായത് എനിക്കൊരു ബലവും പോലെയാണ്. ഞാൻ നിങ്ങളെ സുന്നിയാന്ന് ചിലതൊന്നും പരിപാടി പോലെ. കൊല്ലാത്ത മുന്നു അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ഒരു ഗുണവും പറയാൻ നിങ്ങൾക്കില്ല. വലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽഈമാനി, നിങ്ങളെ അല്ലാഹു തആല ഒരു മുസ്ലിമായ മുഅ്മിനാക്കി ഒരു സുന്നിയാക്കി എന്നുള്ളത് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. അവന്റെ ഓശാര അള്ളാഹ് പറയുന്നു ലൗ അന്ന അവലക്കും വാഹിറക്കും വഇൻസക്കും വജിന്നക്കും ഖാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽകി ശൈഅ. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തൊട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല നിവേദനം ചെയ്ത ദീർഘമായ ഖുദ്സിയ ഹദീസിന്റെ ഒരു ശകലമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അടിമകളെ, നിങ്ങൾ ഇന്ന് ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന എല്ലാ മനുഷ്യനും എല്ലാ ജിന്നും എല്ലാവരും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഭക്തനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മേലായി. എല്ലാവരും നല്ല ഭക്തന്മാരായി, എല്ലാവരും നല്ല സുന്നി സൂഫിയായി. മാ സാദ ദാലിക ഫീ മുൽകി ശൈഅ, എൻ്റെ അധീശാധികാരത്തിൽ ഒരു ശകലം അതുകൊണ്ടൊന്നും കിട്ടാനില്ല, എനിക്കൊരു ചുക്കും വരാനില്ല. നിങ്ങളൊക്കെ മുത്തക്കിയായി എല്ലാം ഇസ്തംബൂൽ മുസാഫ് പോലെ ആയി ജീവിച്ചാൽ അള്ളാഹുവിന്റെ മുൽക്കിന് അള്ളാഹുവിനക്ക് ഒന്നും കിട്ടാനില്ല. പോടാ. അവരക്കും വാഹരക്കും ഇൻസക്കും ജിന്നക്കും, നിങ്ങളിൽ നിന്ന് ആദ്യമുള്ളവരും മനുഷ്യരും ജിന്നും ഒക്കെ എല്ലാവരും ഏറ്റവും വലിയ തമ്മാടിയായ ഇബ്ലീസിനേക്കാൾ വടക്കായി നോക്കുക. മാനക്കസദാലിക്ക് മുൽക്കി ശൈഅ, എൻ്റെ അധീശാധികാരത്തിന് അതുകൊണ്ട് യാതൊരു കോട്ടവും യാതൊരു പാട്ടവുമില്ല. അപ്പൊ നമ്മള് ഇസ്ലാമായി നമ്മൾ ചെല്ലി ഞാൻ ചില പറയും ഞാൻ താണ്ടൊക്കെ താജുവിക്ക് ജ്യൂസായി ഇന്നലെ 5 ജ്യൂസ് ഓതി കഴിഞ്ഞ ആഴ്ച 4 നോമ്പോറ്റ് ഇന്നലെ പറഞ്ഞ ടൈമിന് അള്ളാഹെന്തോ ചെയ്ത പോലെ ഉണ്ട്. അള്ളാഹെന്തോ ചെയ്ത പോലെ ഉണ്ട്. അള്ളാഹ്ക്കൊരു ചുക്കും വേണ്ട. വലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാനി, അള്ളാഹു നിങ്ങളെ മുഅ്മിനാക്കി ഒരു മുസ്ലിമാക്കി ഒരു സുന്നിയാക്കി ഒരു നല്ല നിലയിൽ ആക്കി എന്നുള്ളത് അള്ളാഹു ഓശാരമായി അവന്റെ വകന്ന് ഓശാരമായി പള്ളിയും ചുറ്റുപാടും നമുക്ക് തന്നതുപോലെ എല്ലാം ഓശാരമായി തന്നതാണ് എന്ന് നമ്മളവർക്ക് ഓർമ്മ വേണം. ആ ഒരു ധാരണ വേണം. എന്നെ ഇങ്ങനെ ആക്കിയത് അള്ളാഹു അവന്റെ ഓശാരമായിട്ട് നമ്മളെ അള്ളാഹു തആല ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകന്റെ ആ പ്രവാചകന്റെ ഉമ്മത്തിയാക്കി എന്നുള്ളത്
അള്ളാഹു താല പ്രവാചകനെ ഏറ്റവും വലിയ അക്രമാക്കിയപ്പോ നമ്മൾ അക്രമായി എന്ന് മാത്രമേ. അത് അള്ളാഹിന്റെ ഓശാരാണ്. അള്ളാഹു ഓശാരമായി, അള്ളാഹുവിന്റെ ഓശാരമായ മഹത് പത്രികളെ ഏറ്റുവാങ്ങാൻ, അത് ആസ്വദിക്കാനും അതിന് നന്ദി ചെയ്യാനും അള്ളാഹു എനിക്കും നമുക്കൊക്കെ നല്ല കൽബ് തരട്ടെ, നല്ല അനുസരണം തരട്ടെ. അതിനെ മനസ്സിലാക്കി അള്ളാഹു നമ്മളെയൊക്കെ നന്ദിയുള്ളവരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി എന്താണ് പറയണ്ട. അപ്പൊ അത് ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം ചെയ്തു തന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ടാണ് നമുക്കിതെല്ലാം കിട്ടുന്നത്. ഇക്കൊല്ലോ എനിക്ക് ഞാൻ 30 ചില്ലാനാണ്. 40 45 കൊല്ലായി റമദാൻ മാസം നാട്ടില്ല. ശരി, ഈ കൊല്ലം ഇവിടെ തന്നെ. ഇന്നലെ ഞാൻ പ്രസംഗിക്കേണ്ട ഹിന്ദുര പള്ളിയിൽ ഞാൻ അബ്ദുസമദിനെ വിളിച്ച് അയച്ച്, എന്നിട്ട് അടുത്ത ഹദീബിനെ തലേ ദിവസം വിളിച്ച് പറഞ്ഞ്, ഹദീബ് പറഞ്ഞ് ഞാൻ പറഞ്ഞോളാൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഔക്കാഫിൽ ചില നജീസുകളുണ്ട്. ഓലെന്ത് പണിയത് ഇന്നലെ അയാൾ അപ്പള്ളിയിൽ നിന്ന് മാറ്റി വേറെ പള്ളിയിലാക്കി. അപ്പൊ നമുക്ക് അയാളില്ല. അയാളില്ലെങ്കിൽ ഞാൻ വേണമെന്ന് പറയും. എനിക്ക് അയാളും വേണ്ട, ആരും വേണ്ട. ഞാൻ ചോദിക്കും, നമുക്ക് ജനങ്ങൾക്കെല്ലാം എന്നെ അറിയാം. അതിലുള്ളതൊക്കെ സിഐഡികളാണ്, വലിയ വലിയ സിഐഡികളാണ്. വയറ് പറഞ്ഞിട്ട് പണം പിരിക്കാൻ വേണ്ടി കൊണ്ടുപിരിച്ചാൽ ആളെ ഞാൻ ദൂരെ നിൽക്കുമ്പോ അറബികൾ വന്നിട്ട് നിങ്ങളെന്താ മോൻ ദൂരെ നിൽക്കുന്നത്, നിങ്ങളെ പിടിക്കുന്ന വെച്ചിട്ടാ. ഞാൻ കാര്യമായി പിടിക്കേണ്ട സിഐഡിയാണ്, ഞാൻ വലിയ ചെയ്യാൻ്റെ ആളാണ്. നിങ്ങൾക്ക് അതിന് പ്രശ്നമില്ല, നിങ്ങളുടെ അറിയപ്പെട്ട ആളാണ്. ആ പള്ളക്കൻ നിൽക്കുക, ആള് അതിൻ്റെ അടുത്ത് നിന്നിട്ടില്ലെങ്കിൽ ആള് വിചാരിക്കരുത് ഇത് വേറെ ആളെ വരും, അതുകൊണ്ട് അടുത്ത് പോയി നിൽക്കുന്നു വരും. അങ്ങനത്തെ പള്ളിയിൽ നിന്ന് സമതന് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ വേറത്തെ മാറ്റിയിട്ട് വേറെ സത്യമാ വന്നത്. പിന്നെ എന്താവും എന്ന് പറയാൻ സമതന് ഞാൻ എഴുതുന്ന ദ്വാരതുകൊണ്ട് പഠിച്ചു പറഞ്ഞാൽ സമതനെ എല്ലാ ആവത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേന്ന് മനസ്സിലായില്ലേ. ഏതെങ്കിലും അനധികൃതമായ പറഞ്ഞു പോയെങ്കിൽ പിടിച്ചു പോയെങ്കിൽ പിന്നെ വിജയത്തിലുള്ളായി പോകും. അതും ഞാനായിരുന്നു, അത് ഞാൻ അനുഭവിച്ച ആളത്. 2ാം കൊല്ലം റാസൽ ഖൈമിയിൽ ഒരു പള്ളിയിൽ ഞാൻ വയത് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ കുറച്ച് യമനികളും പാകിസ്ഥാനികളൊക്കെ പിരിവെടുത്ത്. അപ്പോൾ ഒരു സിഐഡി ഉണ്ടായി, ഞാൻ പിടിച്ച് പോലീസ് വന്ന് എല്ലാരെയും ഭാര്യ വണ്ടി കയറ്റി. എന്നോട് പറഞ്ഞ് നിങ്ങളും കയറി ആളെ പോയി അതിനുള്ളിൽ കയറ്റി. അപ്പൊ ഞാനെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കടലാസും ബാക്കിയില്ലെല്ലാം കൂടുതൽ ആൾ പറഞ്ഞു ഒരു റെക്കോർഡ് എൻ്റെ കയ്യിൽ വെക്കട്ട, എല്ലാം കൊണ്ട് പോയിക്കുന്നു. ഒരു കാറിൽ ഓടി. ഞാൻ എൻ്റെ തടി മാത്രമേ ഉള്ളൂ. അന്ന് നോമ്പ് ഒരിക്കൽ ആ സബ് ജയിലിൽ വെച്ച് നോമ്പ് മുറിച്ച് അതിനുള്ളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കുറച്ച് കുവൈത്തികൾ ഇങ്ങനെ നിരപരാധികളെ പിടിച്ചിട്ട് ഓലുണ്ട്. ഓലെന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരുത്തിരിയിരുത്തി അവിടുന്ന് അവർക്ക് പോയത് പ്രത്യേക സ്പെഷ്യൽ ഭക്ഷണം വന്നിന്. അവരെ നിരപരാധികളെ പിടിച്ച് കുട്ടിയാണ്. ആദ്യം ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഓയ് ഷെയ്ഖ് ഹംസയുടെ അപ്പോൾ വിളിക്കുന്നുണ്ട് ഇത്. ഞാൻ പോയി നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ അഹമ്മദ് മൈദൂബ് എന്ന് പറഞ്ഞ ഇമിഗ്രേഷൻ്റെ മുദീർ, അയാൾ എന്നെ കയറി പിടിച്ച് വൈം വിത്താക്കാം വിത്താക്കായിട്ട് ഞാൻ വിത്താക്ക പറഞ്ഞിട്ട് അത് അയക്കാനാണ് അയച്ച്. അപ്പോഴേക്ക് മൂപ്പരോട് ഫോണ് മറ്റേ ആള് എന്താക്കിയെന്ന് വെച്ച് മൂപ്പര ഞാൻ നിന്നോട് വിത്താക്ക വാങ്ങാൻ പറഞ്ഞന. മൂപ്പരെ പിടിച്ചിട്ട് മൂപ്പര നിന്റെ കാറിൽ കയറ്റിയിട്ട് മൂപ്പര റൂമിൽ കൊണ്ടാക്കിയിട്ട് ഈ റമദാന്റെ സമയത്ത് നോമ്പ് മുറിക്കുന്ന സമയത്ത് എൻ്റെ ജയിലില് മൂപ്പറ് നമ്മൾ കുട്ടിയല്ലോ തെറ്റാണ് മാപ്പാക്കണമെന്ന് പറയാനാ പറഞ്ഞേ. മറ്റു പതാക്ക നോക്കാനാ പറഞ്ഞത്. ഇപ്പൊ കയറി ആൾക്കാരെ കെട്ടിപ്പിടിച്ച് അപ്പൊ റായി ഖൽഫാൻ ദുബൈ പോലീസ് കമ്മീഷണർ, അയാളുടെ മദ്രസ നടത്തുന്നത് എൻ്റെ ഒരു ശിഷ്യനായ മഹമ്മൂദാണ്. ഓൻ പോയി സംസാരിച്ച് ഉടനെ അയാൾ വിളിച്ചിട്ട് ഓർഡറാക്കിയത്. അപ്പൊ അതും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സമത് കുടുങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ആപത്താവുമല്ലോ. അള്ളാഹുത്തല എല്ലാ ആപത്തിനെ തൊട്ടും നമ്മളെയും സമുദ്രയൊക്കെ അള്ളാഹു സംരക്ഷിക്കട്ടെ. അങ്ങനെ എന്നിട്ട്
ആ പള്ളിയിൽ നിന്ന് 5 ലക്ഷം ഉറുപ്പ്യ കിട്ടല്. അയാൾ പറഞ്ഞാൽ എനിക്ക് 5 ലക്ഷം ഉറുപ്പ്യ കിട്ടും. അസ്ലാമക്ക് 5 ലക്ഷം. അതെന്തായാലും മടങ്ങി. അപ്പൊ ജുനൈദ് ആലമിനെ കഴിഞ്ഞല്ല ഞാൻ വിളിച്ചപ്പോ അയാൾ 3 ലക്ഷം കൊടുത്തേച്ചു. ഞാൻ അയാൾ സെക്രട്ടറി റസാഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് മൂപ്പർ എത്തിയിട്ടില്ല, എത്തിയാ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നവരെ എത്തിയിട്ടില്ല. അള്ളാഹു ആടെ സമയം 2.5 മണിക്കൂർ അപ്പുറം, ഇതിനേക്കാട്ട് 2 മണിക്കൂർ കുറവാണല്ലോ ആടെ. എത്തിയിട്ട് റസാഖിന് ആ 3 ലക്ഷം കൊടുത്തിട്ട് നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കാൻ ജുനൈദ് അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കട്ടെ എന്ന് ഞാൻ ആർക്കുന്നു. ഇതെല്ലാം ഓരോ സംഗതികളാണ്. കുറേ കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാനിവിടെ കൊല്ലം കൂടി. വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3-4 കത്ത് ഞാൻ തീർത്തിയതിലേക്ക് മറ്റ് ദിർഹമിൻ്റെ പിന്നാലെ പായുന്നു. ദിർഹമിൻ്റെ പിന്നാലെ പായാണ്. എവിടെയാണ് ദിർഹം? ഓയൻ ദിർഹം. എവിടെയാണ് ദിർഹം? ഓയൻ ദീന. എവിടെ ദീന? ആടെ പിന്നെ പോയിട്ട് പിന്നാലെ പോകുന്നത് നമുക്ക് നേരമുണ്ടാ? നല്ല സമയത്ത് ഏടി പോവില്ല. പിറക്കുന്ന പള്ളിയിൽ പോകും, പള്ളിയിൽ നിന്ന് പിറക്കും. ഖുർആൻ ഓതി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതി ഖുർആൻ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അള്ളാഹിന്റെ വജഹിന് വേണ്ടി മാത്രം ചെയ്യുന്ന അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ മരിക്കുന്ന അവസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാമിലായ മുഅ്മിനീങ്ങളാക്കി അള്ളാഹു മരിപ്പിക്കട്ടെ എന്ന് ഞാൻ ദ്വാരക്കുന്നു. സഹോദരന്മാരെ, ഈ കൊല്ലം ഇവിടെ ഇങ്ങനെ കൂടി അൽഹംദുലില്ലാഹ് ഇതുവരെ റമദാൻ 16 നോമ്പ് നോറ്റ് കഴിഞ്ഞ് 16 നോമ്പും കഴിഞ്ഞ കൊല്ലം 6 നോമ്പ് പോയിന്. 2ാം കൊല്ലം 8 നോമ്പ് പോയിന്. മൂത്രത്തിൽ പഴുപ്പ് വന്നുകൊണ്ട് 8 നോമ്പ് പോയി. കഴിഞ്ഞ കൊല്ലം ചൂട്ടിന്റെ കടുപ്പം കൊണ്ട് അബുദാബിയിൽ നിന്ന് നോമ്പ് നോറ്റിട്ട് രാവിലെ 10 മണിക്ക് ഫ്ലൈറ്റ് കയറി വയറയിൽ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വെള്ളം കൊണ്ടാന്നാ പറയുന്നത്. ദാഹം മുറിയിട്ട് ഭയങ്കര ചൂടല്ലേ, 56 ചൂടാണ്. എനിക്ക് 4-5 നോമ്പ് കഴിഞ്ഞാലും ഈ കൊല്ലം ഇതുവരെ നോമ്പ് പോയിട്ടില്ല. അള്ളാഹു തആല പരിപൂർണമായി നോമ്പ് നോറ്റിട്ട് അള്ളാഹുവിന് വേണ്ടി നാം ചെയ്യേണ്ട കടമ നിർവഹിക്കാൻ എനിക്കും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ അനുഗ്രഹമാണ്. ഏറ്റവും നല്ല ബഹുമാനത്തിന്റെ മാസമാണ്. ഈ മാസത്തിനെ ആദരിച്ച് ബഹുമാനിച്ച് അള്ളാഹുവിനെ കൊള്ള തൗബ ചെയ്ത് വണങ്ങണം. ലഅല്ലക്കും തത്തഖൂൻ. റമദാനിന്റെ ആവശ്യം ഖുർആനിലെന്നാ പറഞ്ഞത്, തിബാലിക്കും സിയാമോ എന്ന് പറഞ്ഞ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീകളാവാൻ വേണ്ടിയാണ്. ഈ നോമ്പ് കൊണ്ട് നിങ്ങളെ അള്ളാഹു ഭക്തന്മാരാക്കി അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാക്കി തീർക്കാനാണ് ഈ നോമ്പ്. ആ നിലയ്ക്ക് നോമ്പ് നോറ്റിട്ട് നമുക്ക് നല്ല ശാരീരികമായ ക്ഷീണം വേണം. ഇപ്പം നോമ്പ് നോറ്റാൽ റമദാൻ മാസം നല്ല ഉറുമ്പത്തിന്റെ മാസം ആറ് മാറി കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ ഒരു 3-4 മണി വരെ വെച്ച് കയറ്റി തന്നെ. അങ്ങനെ ഏകദേശം 2 കിലോ 3 കിലോ കൂടുതലാണ്. അത് പറ്റൂല. ദേഹം ക്ഷീണിക്കണം. നല്ലപോലെ ദേഹം ക്ഷീണിച്ച് വിശപ്പിന്റെ ഒരു മദ്രസയാണല്ലോ നോമ്പൊരു മദ്രസയാണ്. നമുക്ക് പല പാഠവും പഠിപ്പിക്കുന്ന മദ്രസയാണ്. ആ മദ്രസയിൽ നിന്ന് പാഠം പഠിച്ച് അള്ളാഹുവിനെ കൊണ്ട് മടങ്ങി അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായി ജീവിക്കാൻ എനിക്ക് നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആരംഭത്തിൽ ഞാൻ നിർത്തിയത്. ഞാൻ കുറെ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളെയും പഠിച്ചവനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ബാരിക് വസല്ലിം അലൈഹി വഅലൈനാ വഅലാ അഹ്ലിൽ ഖൈരി അജ്മഈൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾ ഒരുപാട് ദോഷം ചെയ്തവരാണ്, ചെറുതും വലുതും, അറിഞ്ഞും അറിയാതെ, രഹസ്യവും പരസ്യമായിട്ട്. എത്രയോ പാപങ്ങൾ ദുർബല നിമിഷങ്ങളിൽ ചെയ്തു പോയ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളെ പാവങ്ങളെ നീ പൊറുക്കണേ പഠിച്ചവനെ. നീ പുറത്തെങ്കിലേ പൊറുക്കാൻ സാധിക്കും. പുറത്ത് ശുദ്ധിയാക്കണേ നമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയത്തിനെ നീ കഴുകി ശുദ്ധിയാക്കണേ നമ്പുരാനെ. പാപത്തിന്റെ ആഴ്ക്കിനത്തൊരു കഴുകി ശുദ്ധിയാക്കണേ നമ്പുരാനെ. ഞങ്ങളുടെ ഈമാനിനെ നീ പ്രകാശിപ്പിക്കണേ നമ്പുരാനെ. ഈമാനിനെ നീ പ്രകാശം നൽകണേ അല്ലാ. ഈമാനം പ്രകാശിപ്പിക്കുന്ന ഈമാനാക്കി തീർക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദോഷങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ദോഷങ്ങളെ പുറത്തത് കൊണ്ടോ
ഞങ്ങളുടെ ദ്വാന സ്വീകരിച്ചത് കൊണ്ടും നിന്റെ രാജാധികാരത്തിന്റെ യാതൊരു കോട്ടവുമില്ല പഠിച്ചവനെ. നിന്റെ ഖജനാവിന് യാതൊരു പാട്ടുമില്ല. നീ നേരെ മറിച്ച് നീ ഞങ്ങളെ മടക്കിയാൽ ഈ കൈകളുമായിട്ട് മറ്റൊരു പഠിച്ചവനെ ദ്വാരക്കാരുണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല റബ്ബേ. ഞങ്ങളുടെ കൈകളെ നീ മടക്കല്ലേ അല്ലാ, മടക്കല്ലേ അല്ലാ. റമദാന്റെ 16 നിന്ന് ഈ അസർക്ക് ശേഷം ഞങ്ങൾ കൈ ഉയർത്തി വരയ്ക്കുന്ന ദുആകളെ അരവുകളെ നീ മടക്കല്ലേ പഠിച്ചവൻ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ പാവങ്ങളെ കഴുകി ശുദ്ധിയാക്കി തരണേ തമ്പുരാനെ. ഹൃദയത്തിനെ ശുദ്ധിയാക്കണേ തമ്പുരാനെ. ഈമാനെ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. ഈമാന്റെ മാധുര്യം ഞങ്ങൾക്ക് നീ അനുഭവിപ്പിക്കണേ തമ്പുരാനെ. അതറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആധാറ് സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലെല്ലാം നീ പ്രകടമാക്കി ഞങ്ങളെ നല്ലവരാക്കി തീർക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഈ മാന് നല്ല ഈ മാനാക്കണേ തമ്പുരാനെ. പ്രകാശിപ്പിക്കണേ തമ്പുരാനെ, പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. നിങ്ങളുടെ ദീനിനെ കുറിച്ചുള്ള മതിപ്പിനെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തന്നെ തമ്പുരാനെ. നിന്നെ കുറിച്ചുള്ള വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ രൂഢമോലാക്കി നോക്കി തന്നെ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ എല്ലാ കാര്യങ്ങളും നീ കൈകാര്യം ചെയ്യുന്നതാണ്. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നീ കൈകാര്യം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ മസ്ലഹത്തിനനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യണേ തമ്പുരാനെ. നീ കൈകാര്യം ചെയ്യണേ തമ്പുരാനെ. ദോഷങ്ങളെ പൊറുക്കണേ തമ്പുരാനെ. പാപങ്ങളെ കഴുകി ശുദ്ധിയാക്കണേ തമ്പുരാനെ. നിന്നെ കുറിച്ചുള്ള ഈമാനെ ഉറപ്പിച്ച് തന്നെ തമ്പുരാനെ. ഏത് പീഡനങ്ങൾ വന്നാലും, ഏത് മർദ്ദനങ്ങൾ വന്നാലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യങ്ങളിലൊക്കെ നിന്നെ കുറിച്ചുള്ള ഈമാനെ ഞങ്ങളെ ഹൃദയത്തിൽ രൂഢമൂലമാക്കി തരണേ തമ്പുരാനെ. ഉറപ്പിച്ചു തരണേ തമ്പുരാനെ. ആ ഈമാൻ ഹൃദയത്തിൽ നിറഞ്ഞ് ആ ഈമാനിന്റെ ആധാരം ഞങ്ങളുടെ പ്രവൃത്തികളിലും സ്വഭാവങ്ങളിലും പ്രകടമാക്കി കാണിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നിന്റെ ദീനിനെ കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ ദീനിന്റെ പുനരുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർറാഹിമീനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും നീ തീർത്തു തരണേ തമ്പുരാനെ. എത്രയോ ഞങ്ങൾ എത്രയോ വിഷമക്കാരാണ്, വിഷമമുള്ളവരാണ്, ബുദ്ധിമുട്ടുള്ളവരാണ്, ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വിഷമങ്ങൾ എന്തൊക്കെയാണ്, അത് നിന്നോട് പറഞ്ഞറിയിക്കേണ്ടതിൻ്റെ എല്ലാം എനിക്ക് രഹസ്യമായി അറിയുന്നവനാണ്. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപന സംബന്ധമായും വൈയക്തികമായും മറ്റ് പലതരക്കും പരാസ്ഥാനികമായും വന്ന എല്ലാ പ്രതിസന്ധികളെയും നീ തട്ടി നീക്കണേ തമ്പുരാനെ. നീക്കണേ തമ്പുരാനെ. ഈ പള്ളിക്കും മദ്രസക്കും ജനങ്ങൾക്ക് ഇതിനുള്ള മതിപ്പ് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആർക്കെങ്കിലും ഹൃദയത്തിൽ വല്ല പുഷ്കുത്തും ഉണ്ടെങ്കിൽ അവരെ ഹൃദയത്തിന് നീ കഴുകി ശുദ്ധിയായി കൊടുക്കണേ തമ്പുരാനെ. ഹൃദയത്തിനെ ശുദ്ധിയാക്കണേ തമ്പുരാനെ. ഈ പള്ളിയോടും മദ്രസയോടും മതിപ്പ് കാണിച്ച് ഇതുമായി സഹകരിക്കാനുള്ള നല്ല ഭാഗ്യം അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ഭാഗ്യമാണ് നീ കൊടുക്കുന്ന, അവർക്കൊരു ഭാഗ്യമായിട്ട് അവർക്ക് നീ ഭാഗ്യമായി നിന്റെ ഓശാരമായി കൊടുക്കണേ തമ്പുരാനെ. അവരെല്ലാവരും നീ സഹകരിപ്പിക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമീനായ രാജസയ്യിദായ തമ്പുരാനെ, എത്രയോ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ. അല്ലാഹ്, കടം കൊണ്ട് ആരെയും നീ വിഷമിക്കല്ലേ തമ്പുരാനെ. ആദമക്കളെ ഹക്ക് ബാക്കിയാക്കിയിട്ട് ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ. എല്ലാ ഹക്കുകളെയും വീട്ടി എല്ലാവരുടെയും കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ശുദ്ധരായി ഞങ്ങളെ നീ മരിപ്പിക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമീനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളിൽ പല ആളുകളും വീടെടുക്കാൻ ഒരുങ്ങിയവരുണ്ട്, വീടെടുക്കാൻ തുടങ്ങിയവരുണ്ട്, വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സ്ഥലം വാങ്ങിയവരുണ്ട്, സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പല കമ്പനിക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പല കമ്പനിയും. എല്ലാവരുടെയും ആ ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്ഥലം കിട്ടാത്തവർക്ക് സ്ഥലം കൊടുക്കണേ തമ്പുരാനെ. സ്ഥലം കിട്ടിയവർക്ക് അതൊരു വീടാക്കി മാറ്റാൻ നീ എല്ലാവിധ സാഹചര്യവും നിന്റെ വക ഓശാരമായി കൊടുക്കണേ തമ്പുരാനെ. ഓശാരം കൊടുക്കണേ തമ്പുരാനെ. ഓശാരമാക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾപ്പെട്ട പല ആളുകളും പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹ്, രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ബാഹരിയും ബാത്തനിയുമായ രോഗങ്ങളെ നീ സുഖമാക്കി തരണേ തമ്പുരാനെ. ദീർഘമായ ആയുസ്സും ക്ഷേമായ ശരീരങ്ങളും നിന്റെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ദീർഘായുസ് തരണേ തമ്പുരാനെ. നിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി
പ്രവർത്തിക്കാനുള്ള നല്ല ആരോഗ്യം നീ നൽകണേ തമ്പുരാനെ, ദീർഘായുസ്സം തന്നെ തമ്പുരാനെ. ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ എല്ലാ അവയവങ്ങളെയും നീ പ്രവർത്തിപ്പിക്കണേ തമ്പുരാനെ. اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا. ഞങ്ങളെ ജീവിപ്പിക്കുന്ന കാലം വരെ ഞങ്ങളുടെ കണ്ണ്, കാഴ്ച, എല്ലാ വസ്തുക്കളെയും നീ ഉപയോഗപ്പെടുത്തണേ തമ്പുരാനെ. ഈ അവയവങ്ങൾ ഒരൊറ്റൊന്നും ഉപയോഗശൂന്യമായ നിലയ്ക്ക് ഞങ്ങളെ നീ ജീവിപ്പിക്കല്ലേ തമ്പുരാനെ. ഒരു നിമിഷവും ഞങ്ങൾ നീ ജീവിപ്പിക്കല്ലേ തമ്പുരാനെ. എല്ലാ അവയവങ്ങളും എല്ലാ കഴിവുകളും പ്രാവർത്തികമാക്കി ഞങ്ങൾ നീ ജീവിപ്പിക്കണേ തമ്പുരാനെ. ആ നിലയ്ക്ക് ദീർഘായുസ് നൽകണേ തമ്പുരാനെ. രോഗികളുടെ രോഗം സുഖമാക്കി കൊടുക്കണേ തമ്പുരാനെ. ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണേ തമ്പുരാനെ. കടപ്പെട്ടവരെ കടം നീ തീർക്കണേ തമ്പുരാനെ. എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. റഹ്മാനായ തമ്പുരാനെ, ആരെയും നീ ജോലിയില്ലാത്ത വിഷമത്തിലാക്കല്ലേ തമ്പുരാൻ. ഞങ്ങളുടെ എത്രയോ സുഹൃത്തുക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളെ ബന്ധപ്പെട്ടവരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കെല്ലാം നീ നല്ല ജോലി കൊടുക്കണേ തമ്പുരാൻ. ഉള്ള ജോലിയിൽ സ്ഥിരതയെ കൊടുക്കണേ തമ്പുരാൻ. അതിൽ ബർക്കത്തിനെ കൊടുക്കണേ തമ്പുരാൻ. അതിലൊക്കെ ഭീഷണിയുള്ളവരുണ്ട്, പിരിച്ചുവിടലിന്റെ ഭീഷണിക്കാരുണ്ട്, ബർക്കത്തില്ലാത്ത വിഷമിക്കുന്നവരുണ്ട്. ഒരുപാട് വിഷമങ്ങൾ, അതിൻ്റെ പട്ടിക വളരെ നീണ്ട പട്ടികയാണ്. ആ ആളുകളുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളെയും നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ബുദ്ധിമുട്ടുകളെ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അവർക്കെല്ലാം അനുയോജ്യമായ ജോലിയെ കൊടുക്കണേ തമ്പുരാനെ. ഉള്ള ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അവർക്കെല്ലാം നല്ല ബർക്കത്തും അനുഗ്രഹമായി നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ വ്യക്തികളെയും കുടുംബങ്ങളെയും സഹായിക്കാനും സമുദായത്തെ സേവിക്കാനും നീ ദീർഘായുസ് ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. അവരുടെ എല്ലാ പ്രവൃത്തിയും നീ കൈ കൊടുക്കണേ തമ്പുരാനെ. അവരവിടെ ജീവിക്കുമ്പോൾ അവർക്ക് അവിടെ ജീവിക്കാനും ജോലി ചെയ്യാനും അനായാസം ജോലി ചെയ്യാനുമുള്ള അനുകൂലമായ അവസ്ഥ അവിടെ നീ ഉണ്ടാക്കി കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തെ ഹുക്കാമികൾക്ക്, ഹാക്കിമികൾക്ക് അവരോട് നീ ദയ കൊടുക്കണേ തമ്പുരാനെ. അവരോട് അനുകമ്പ കൊടുക്കണേ തമ്പുരാനെ. അവിടെ ജോലി ചെയ്യുന്നവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. എല്ലാം വിട്ടിട്ട് ഈ നാട് വിട്ടിട്ട് വിദേശത്ത് പോയി താമസിക്കാൻ വലിയ സാഹസമാണ്. ആ സാഹസത്തെ നീ അവർ മെനക്കെടുന്നത് ജീവസന്ധാരണത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ്. ആ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ജീവിക്കുന്നവർക്ക് നീ മനസ്സമാധാനം കൊടുക്കണേ തമ്പുരാനെ, മനഃശാന്തി കൊടുക്കണേ തമ്പുരാനെ, ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ, നിഅമത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരെ ആരെയും നീ വിഷമിപ്പിക്കല്ലേ തമ്പുരാനെ. ആരെയും നീ ബുദ്ധിമുട്ടിലാക്കല്ലേ തമ്പുരാനെ, ത്തിലാക്കല്ലേ തമ്പുരാനെ. അർഹമർ-റഹീമായ തമ്പുരാനെ, ഈ നാട്ടിൽ നിന്നും അല്ലാത്ത നാട്ടിൽ നിന്നും ഞങ്ങളുടെ സുഹൃത്തുക്കൾ എത്രയോ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഇന്ന് കൂടി എനിക്ക് തോന്നുന്നു 10-13 ആളെന്നെ വിളിച്ചിന്. ഉസ്താദിന് അത്ര കഴിഞ്ഞ ആളെങ്കിൽ ദ്വാഗുണ്ടാകുന്നത് നമുക്കറിയാം. ഞങ്ങളെ കാര്യം പറയണം. ആ സുഹൃത്തുക്കളൊക്കെ പേര് ഞാൻ പറയേണ്ടതില്ല. റഹ്മാനായ തമ്പുരാനെ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാർക്കാൻ പറഞ്ഞ ആളുകൾക്ക് അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരെ വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. കടങ്ങളെ വെട്ടിക്കൊടുക്കണേ തമ്പുരാനെ. ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം ആരോഗ്യകരമായി നടത്താനുള്ള സാമ്പത്തിക ശേഷി നൽകണേ തമ്പുരാനെ. അതിനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം നീ തുറന്നു തരണേ തമ്പുരാനെ. ആ മാർഗങ്ങളെല്ലാം നീ വീതിയാക്കി തന്നെ തമ്പുരാനെ. അത് നീ വീതിയാക്കി തന്നെ തമ്പുരാനെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അതിനെ പരിപോഷിപ്പിക്കാൻ തൗഫീക്ക് ചെയ്യണേ തമ്പുരാനെ. നിന്റെ ഓശാരമായി നീ തരണേ തമ്പുരാനെ. നീ ഓശാരമായി തരാൻ വിചാരിച്ചാൽ ആരും തടയാൻ പറ്റില്ല. അവിടെ നീ തരണേ തമ്പുരാനെ. തൗഫീക്ക് നൽകണേ തമ്പുരാനെ. നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ പൊരുത്തത്തിലായില്ല ദീർഘമായ ആയുസ്സും ക്ഷേമായുശ്വര്യങ്ങളും ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ മരണപ്പെട്ടു പോയ ഭാര്യക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെ കബറിന് നീ സ്വർഗത്തിന് തോപ്പായി കൊടുക്കണേ തമ്പുരാനെ. മാതാപിതാക്കളുടെ കബറുകൾ നീ സ്വർഗത്തിന്റെ തോപ്പാക്കണേ. ഇവിടെ കൂടിയ ആളുകൾ, എത്രയോ ആളുകളുടെ ബന്ധുക്കള് മരണപ്പെട്ട് കബറിൽ കിടക്കുന്നുണ്ട്. അവരെല്ലാം കബറ് നീ സ്വർഗത്തിന്റെ തോപ്പായി കൊടുക്കണേ തമ്പുരാനെ. ദോഷങ്ങളെ പൊറുക്കണേ തമ്പുരാനെ. റഹ്മർ-റഹീമായ തമ്പുരാനെ, അവരെ നിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ. ഈ റമദാൻ മാസത്തിന്റെ ഓരോ രാത്രികളിലും
ലക്ഷക്കണക്കായ ആളുകളെ നരകത്തിൽ ബന്ധപ്പെട്ടവരെ നീ മോചിപ്പിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവരെയും ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ, നീ പെടുത്തണേ തമ്പുരാനെ, നീ പെടുത്തണേ തമ്പുരാനെ. ആ ഇത്തിക്കേലത്തോട് ഞങ്ങൾ നീ പെടുത്തണേ തമ്പുരാനെ. നരകത്തിന് മുക്തരാക്കുന്നവരെ കൂട്ടത്തിൽ പെടുത്തണേ തമ്പുരാനെ. 1-ാം മാസം ഗുണമായി സാക്ഷരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും എല്ലാം നീ പെടുത്തണേ തമ്പുരാനെ. റഹ്മാനായ രാജസീലായ തമ്പുരാനെ, ഞങ്ങൾക്ക് ദ്വാരക്കാൻ വാക്കുകളില്ല. അല്ലാഹ് നീ തരാൻ കഴിവുള്ളവനാ. എന്ത് ഞങ്ങൾക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല, വാക്കില്ല, ആരോഗ്യമില്ല, വാക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഞങ്ങൾ ഹൃദയത്തില്ല ആവശ്യങ്ങളെ ഞങ്ങൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉൾക്കൊള്ളുന്നതാണ് നീ. ആ ആവശ്യങ്ങൾക്ക് നിർവഹിച്ചല്ലേ തമ്പുരാനെ, വിഷമിപ്പിക്കല്ലേ തമ്പുരാനെ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ തമ്പുരാനെ, ദുആകളെ സ്വീകരിക്കണേ പഠിച്ചവനെ. ഈ പള്ളിയെയും പരിസരത്തെയും നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ, നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. ഇതിനു വേണ്ടി സേവനം ചെയ്ത് മരിക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അർഹമർറാഹിമീനായ തമ്പുരാനെ, ഞങ്ങളെല്ലാം മരിക്കുന്ന അവസരത്തിൽ വെള്ളിയാഴ്ച രാവോ പകലോ കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരുമ ഉച്ചരിച്ച് തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അവരെ മേൽ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സ്വീകരിച്ച് കൊണ്ടുപോകാൻ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞ കൂട്ടത്തിന്റെ എന്റെ മരണവും ഞങ്ങളെ മരണവും നീ ആക്കിത്തരണേ അല്ലാഹ്, നീ ആക്കിത്തരണേ അല്ലാഹ്, നീ ആക്കിത്തരണേ അല്ലാഹ്. മരണം എളുപ്പമാക്കണേ തമ്പുരാനെ. മരണത്തിലുള്ള എല്ലാ വിഷമങ്ങളെയും നീ തട്ടി നീക്കണേ തമ്പുരാനെ. ആരുടെയും തുണയില്ലാത്ത സമയത്ത് നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാഹ്. മരണ സമയത്തും ഖബറിലും എല്ലാ സ്ഥലങ്ങളിലും നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാഹ്, നീ തുണയാവണേ അല്ലാഹ്, നീ തുണയാവണേ അല്ലാഹ്. നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. തമ്പുരാനെ, ഞങ്ങളെല്ലാം നിന്റെ സ്വാലിഹ്യങ്ങളായ വാതിന്റെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നിന്റെ സുഖലോക സ്ഥലത്തേക്ക് കടത്തണേ തമ്പുരാനെ. നിന്റെ ഹബീബാനബിനെ അവരെ ഹയാത്തോടെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പഠിച്ചവനെ. പക്ഷെ നാളെ മഹ്ശറാലോകത്തിന്റെ പുന്നാരപ്പൂവായ നബിയും ഞങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഞങ്ങളെ കണ്ണില്ല ആ മുത്തനബിനെ കാണിച്ചു തരണേ പഠിച്ചവനെ, കാണിച്ചു തരണേ തമ്പുരാനെ, കുടുംബയാക്കി തരണേ തമ്പുരാനെ. അവർ ചെറുപ്പാക്കപ്പെട്ട തൃക്കണ്ണുകളിൽ ഭാവിയായ നീ ഞങ്ങളെ നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർ ഞങ്ങളെ കണ്ട് ഞങ്ങളെ തൊട്ട് സന്തോഷിച്ച് അവിടുത്തെ ശുപാർശ ഒരുമിച്ച് കൂട്ടി അവിടുത്തെ ഔദ്യോഗിക കോരിത്തന്ന് ദാഹത്തെടുത്ത് അവരോട് കൂടി ഞങ്ങൾ നീ സ്വർഗത്തിൽ കടത്തണേ തമ്പുരാനെ. അവർ കല്യാണത്തിൽ പങ്കുചേർത്തണേ തമ്പുരാനെ. സർവോപരി നിന്റെ ലഖായിനെ കണ്ട് കാലാകാലം നിന്റെ സുഖയോഗ സ്വർഗത്തിൽ സന്തോഷത്തോടെ സന്തുഷ്ടരായി ജീവിക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. മടക്കല്ലേ തമ്പുരാനെ, നീ മടക്കിക്കളയല്ലേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. സജ്ജി കർത്ത എല്ലാവർക്കും നോമ്പ് തുറക്കാൻ ഒരു ഈത്തപ്പായ നേരത്തെ ഒരാൾ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിപ്പം തന്നെ വൈകുന്നേരം കൊടുക്കാൻ പറഞ്ഞു. എവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്തിയിട്ടില്ലെങ്കിൽ കാലം പറയാ. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد سيد الكونين والثقلين. محمد سيد الكونين والثقلين. محمد سيد الكونين والثقلين والفارقين من عرب ومن عجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الحبيب
شفاعته هو الحبيب الذي ترجى شفاعته هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل دائما أبدا على حبيبك خير خلق الله كلهم مولاي صل دائما أبدا على حبيبك خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم